ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഓൾറെഡി ഞാൻ പാക്കൊക്കെ പൊട്ടിച്ചു. നമ്മൾ റൈനോക്സിൻ്റെ പുതിയൊരു ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഡെയിലി യൂസിന് വേണ്ടി. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന DSC ജാക്കറ്റ് ആണെങ്കിലും മറ്റ് റൈനോക്സ് ജാക്കറ്റൊക്കെ ആണെങ്കിലും കുറച്ച് ഡെയിലി യൂസിന് അത്ര ഫ്രണ്ട്ലി അല്ല. സോ റൈനോക്സിൻ്റെ ഡൗൺ ടൗൺ പ്രോ എന്ന് പറഞ്ഞ ഒരു ജാക്കറ്റ് കുറച്ച് നാൾ മുമ്പ് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. സോ അന്ന് തൊട്ടേ ഞാൻ ഈ ഒരു ജാക്കറ്റ് വാങ്ങിക്കണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഫൈനലി അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം ഒത്ത് കിട്ടി. ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഡെയിലി യൂസിന് ഇത് ബെസ്റ്റ് ആണെന്നാണ് അത്യാവശ്യം നല്ല ചെക്ക് ചെയ്തിട്ടുണ്ട്. റൈനോക്സിൻ്റെ ഒരു നല്ല പാക്കേജൊക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആമസോണിൻ്റെ പുറമേ ഉള്ളൊരു പാക്കിംഗ് കവറും കൊടുത്തിട്ടുണ്ട്. ജാക്കറ്റ് ഇതിൻ്റെ അകത്താണ്, അതും ഒരു സെപ്പറേറ്റ് പ്ലാസ്റ്റിക് കവറിലൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ വാട്ടർ ഡാമേജ് ഒന്നും സംഭവിക്കാതെ ഒരു പരിധിവരെ ഇതിനെ നോക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ജാക്കറ്റ്, റൈനോക്സിൻ്റെ ഡൗൺ ടൗൺ പ്രോ. ഇതൊരു ബ്ലാക്ക് ജാക്കറ്റാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ വേരിയൻ്റ് കൂടെ ഉണ്ട്. എനിക്ക് ബ്ലാക്ക് വേരിയൻ്റ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ബ്ലാക്ക് വാങ്ങിച്ചത്. എനിക്ക് XL സൈസാണ്. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ Air GT4 ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് XL സൈസാണ്. സോ ഇതും സെയിം സൈസ് തന്നെയാണ് പറഞ്ഞിരുന്നത്. കാര്യം ഇതിൻ്റെ ഓൺലൈൻ മെഷർമെൻറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് സൈറ്റിൽ. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഏകദേശം രണ്ടിനും സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയത്. സോ അതുകൊണ്ട് ഞാനിതും XL സൈസ് തന്നെയാണ് വാങ്ങിച്ചത്. കറക്റ്റ് ഫിറ്റാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊരു ലെവൽ 2 ആർമറാണ്. ഇതിൽ എൽബോ, ഷോൾഡർ, അതുപോലെ തന്നെ ബാക്ക് പ്രൊട്ടക്ടറായിട്ട് നൽകിയിരിക്കുന്നത്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം സൈറ്റിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഏതൊക്കെയാണ് അതിൻ്റെ ബ്രാൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ആർമേഴ്സിൻ്റെ മേക്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമ്മുടെ മറ്റ് ജാക്കറ്റുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും കുറച്ച് കുറവുണ്ട്. കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സിപ്പറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽ നോക്കിയാലും ഞാൻ പറഞ്ഞല്ലോ ഒരു എന്താ പറയുന്നത് വാട്ടർ റിപ്പലൻറ്റ് ഫീലുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാണുന്നത് ഒരു റിഫ്ലക്റ്റീവ് മെറ്റീരിയലാണ്. പക്ഷേ നമുക്ക് കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ വൃത്തികേടായിട്ടുള്ള ഒരു റിഫ്ലക്ടറായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ശരിക്കും ഒരു ഡാർക്ക് ജാക്കറ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ റൈനോക്സ് എന്നൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ. പക്ഷേ മറ്റേ ആ ഒരു Air GT4 വരുന്ന ടൈപ്പ് ഒരു റൗണ്ട് എംബ്ലം ഒന്നും ഇതിന് നമുക്ക് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ റിയറിൽ ഇവിടും ഒരു റൈനോക്സിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇതും റിഫ്ലക്റ്റീവാണ്. ശരിക്കും വളരെ മിനിമലായിട്ടുള്ള ഒരു ജാക്കറ്റാണ്. വലിയ കൂടുതൽ പാച്ച് വർക്കുകളോ മറ്റ് കാര്യങ്ങളോ അഡീഷണലായിട്ടുള്ള ഗിമിക്സോ ഒന്നുമില്ല ഈ ഒരു ജാക്കറ്റിന്. വളരെ പ്ലെയിനായിട്ട്, വളരെ നോർമലായിട്ട്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് പോലെ നമുക്ക് തോന്നും. ദൂരെ നിന്നും ഇതിട്ടുകൊണ്ട് വന്നാൽ എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ പറയുന്നത് ഒരു വലിയൊരു ജാക്കറ്റ്, റൈഡിങ് ജാക്കറ്റ് എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അത്യാവശ്യം രണ്ട് സൈഡിലും ഓരോ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ അത്യാവശ്യം ഫോണും അല്ലെങ്കിൽ പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൽ വന്നിട്ട് നമുക്കൊരു സെപ്പറേറ്റ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് പ്രൊട്ടക്ടറിന് വേണ്ടി. സോ റെഡി ആയിട്ട് നമുക്കിതിൽ ഫിക്സ് ചെയ്യാം. അത് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും, ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. പിന്നെ ഇതിൻ്റെ ചെറിയ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ ഇതാണെങ്കിലും Air GT4 ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരു എൽബോ പ്രൊട്ടക്ടറൊക്കെ വളരെ തിന്നായിട്ട് ഫീൽ ചെയ്തു. സോ അത് വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ച് ബെറ്ററായിട്ടുള്ളൊരു പ്രൊട്ടക്ടറിലേക്ക് മാറ്റാമെന്നൊരു സജഷൻ എനിക്കുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം പറയാം. പിന്നെ ഇതെല്ലാം അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയലാണ്. സോ ഇതിനൊക്കെ റീപ്ലേസ്മെൻറ്റ് മെറ്റീരിയലുകൾ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് പാഡിങ്ങുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ DSCയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ശരിക്കും ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രൊട്ടക്റ്റേഴ്സൊക്കെ നോക്കിയാൽ. പിന്നെ ഇതിൻ്റെ ഈ കോളറിൻ്റെ ഈ ഒരു വശത്താണെങ്കിലും കുറച്ച് ഒരു സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റൈഡൊക്കെ ചെയ്ത് സ്വെറ്റ് ആവുകയാണെങ്കിലും അതുപോലെ തന്നെ ഇറിറ്റേഷനൊന്നും വരാത്ത രീതിയിലുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു പോക്കറ്റ് ഇന്നറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, മൊബൈൽ ഫോണൊക്കെ കീപ്പ് ചെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ലോ വേസ്റ്റ് സ്ട്രാപ്പോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനെല്ലാം ഒരു എന്താ പറയുക ഒരു ഹുഡി പോലെ അല്ലെങ്കിൽ നോർമൽ ഒരു ബോംബർ ജാക്കറ്റ് പോലൊക്കെ ഉള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ്, ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ലോവർ പോർഷനിലാണെങ്കിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷനിലാണെങ്കിലും
ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ബോംബർ ജാക്കറ്റിലൊക്കെ കാണുന്ന തരത്തിലുള്ള. പിന്നെ ഇതിനാകപ്പാടെ വരുന്ന ഒരു അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ ഒരു ആമിൽ ഒരു മിഡ് പോർഷനായിട്ട് നമുക്ക് 2 ബട്ടൺ കൊടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു ആമിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. അല്ല ഇതൊക്കെ നോർമലി എനിക്കൊന്ന് യൂണിവേഴ്സൽ ഫിറ്റാണ് സൈസിനനുസരിച്ചിട്ട്, അല്ലാതെ വേറെ മാറ്റങ്ങളോ ഒന്നും കാര്യം വരുന്നില്ല. പിന്നെ CE സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ആയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 ഇയർ വാറണ്ടിയാണ് ഇവരിതിന് പറയുന്നത്, ഇതിൻ്റെ പ്രൊട്ടക്റ്റേഴ്സിനല്ല. ഇതാണ് സംഭവം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5,950 രൂപയാണ് വന്നിരിക്കുന്നത്. ഇത് XL സൈസാണ്. മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് കളറിൻ്റെ പേര്. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 2025 5th മന്തിൽ തന്നെയാണ്. സോ അത് അത്യാവശ്യം പുതിയൊരു ജാക്കറ്റാണ്. 2 മാസം മാത്രമാണ് പഴക്കമുള്ളത്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഈ ജാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ പറ്റുവാണെങ്കിൽ ഒരുപാട് പഴയ സ്റ്റോക്കിലേക്ക് പോകാതിരിക്കുക. ഇപ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഷോപ്പുകളിൽ പോയിട്ട് ഈ ഒരു ജാക്കറ്റ് ഒന്നും വാങ്ങിക്കാതിരിക്കുക. കാര്യം അങ്ങനെയുള്ള സമയങ്ങളിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രൊട്ടക്റ്റേഴ്സൊക്കെ കിടന്ന് പഴകിപ്പോയതായിരിക്കും. സോ അതൊക്കെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം ജാക്കറ്റ് വാങ്ങിക്കുക. ഓൺലൈനിൽ നിന്നാണെങ്കിലും ഓഫ്ലൈനാണെങ്കിൽ ഡയറക്റ്റ് റൈനോക്സിൻ്റെ ഷോപ്പ് തന്നെ പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാര്യം വളരെ ഫ്രണ്ട്ലിയാണ് അവർ. മിക്കപ്പോഴും അത്യാവശ്യം എല്ലാ സ്റ്റോക്കുകളും കാണും അവിടെ. ഇതുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ഡെയിലി കംഫർട്ടബിൾ ജാക്കറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പ്രൊട്ടക്റ്റേഴ്സുള്ള പാഡിങ്ങുള്ള ഒരു മിനിമലായിട്ടുള്ള ഒരു റൈഡിങ് ജാക്കറ്റ്. ഇപ്പോൾ സിറ്റിയിലാണെങ്കിലും ഡേ ടു ഡേ ലൈഫ് ജോലിക്ക് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റൈഡിങ് ജാക്കറ്റ് ആയിരിക്കും. കാരണം നോർമലി ഒരു റൈഡിങ് ജാക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. സോ അങ്ങനെ വെച്ച് തന്നെ നമ്മുടെ റൈഡിങ് ജാക്കറ്റിൻ്റെ ഈ പ്രൊട്ടക്റ്റേഴ്സൊക്കെ ഡാമേജ് ആയി പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. കാര്യം നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ വാങ്ങുന്ന പ്രൊട്ടക്റ്റേഴ്സ് 2 വർഷത്തിനുള്ളിൽ തന്നെ ഡാമേജായി പൊടിഞ്ഞു പോകുമായിരുന്നു ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മൾ മിക്ക ദിവസങ്ങളും യൂസ് ചെയ്തില്ല. നമുക്ക് റൈഡ് എന്ന് വെച്ചാൽ മന്ത്ലി ഒരിക്കലോ അല്ലെങ്കിൽ 2 മന്തിൽ ഒരിക്കലോ ഒക്കെ ആയിരുന്നു. പണ്ട് ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ മാക്സിമം റൈഡ് പോകാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ജോലി തിരക്കും മറ്റ് കാര്യങ്ങളുണ്ടൊക്കെ അപ്പോൾ റൈഡൊക്കെ നോർമലി കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ജാക്കറ്റ് ആണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യാം. അത്യാവശ്യം കംഫർട്ടും പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റൈലും ഉള്ള ജാക്കറ്റാണ്.